ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മൈസൂരിലെ മറ്റൊരു പ്രധാന ആകർഷണമായിട്ടുള്ള വൃന്ദാവൻ ഗാർഡനിലാണ് കേട്ടോ. ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 5:30 മണിയായിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ എത്തിയപ്പോഴേക്കും. നല്ല തിരക്കുമുണ്ട് കേട്ടോ. കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ച കൃഷ്ണരാജസാഗർ അണക്കെട്ടിന് അടുത്തായാണ് ഈ ഒരു വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു ഉദ്യാനമുള്ളത്. നമ്മൾ ചെറുപ്പം മുതലേ വൃന്ദാവൻ ഗാർഡനെ കുറിച്ച് പഠിക്കുകയും അതുപോലെ അതിൻ്റെ ഇമേജസും ഫോട്ടോസും ഒക്കെ കാണുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കേട്ടോ ഈ ഒരു വൃന്ദാവൻ ഗാർഡൻ അടിപൊളിയായിരിക്കുമെന്ന്. പക്ഷെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായിരുന്നു ഇവിടെ ചെന്നപ്പോഴുള്ള അവസ്ഥ. നമ്മൾ പഠിച്ച പോലെ ആ ഒരു പ്രൗഢിയൊക്കെ ഇതിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മളിൽ പലർക്കും അറിയാമല്ലോ, ഇത് ഒരിക്കൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടത് ശരിക്കും ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇവിടെ റിനോവേഷൻ വർക്ക് നടന്നത് 2005-ലാണ്. അതിനുശേഷം ഇവിടെ ഒരു മെയിൻ്റനൻസും ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും നശിച്ചു പോയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി ശരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പണ്ടത്തെ ആ ഒരു വാട്ടർ ഫൗണ്ടെയിനും ഒക്കെയുള്ള ഒരു ഫോട്ടോസൊക്കെ കാണില്ലേ, അപ്പോൾ ആ ഒരു ഭംഗിയൊന്നും ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഒരു കാലത്ത് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരിടം അതിന്നിപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ചില സ്ഥലങ്ങളിലെ കുളങ്ങളൊക്കെ വറ്റി ആകെ വൃത്തിഹീനമായി കിടക്കുന്നു. ചില ഫൗണ്ടെയിനുകളൊന്നും പ്രവർത്തനരഹിതമാണ്. അതുപോലെ തന്നെ പുഷ്പങ്ങളാണെങ്കിലും പൊതുവെ കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ പഴയ കാലത്തിളക്കം ഇതിനെ കുറിച്ച് മങ്ങിപ്പോയതുപോലെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. ഞാനിത് ഒരുപാട് ആഗ്രഹിച്ച് വിസിറ്റ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ആ ഒരു ആഗ്രഹമൊക്കെ തകർക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു ലൊക്കേഷൻ നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. ജസ്റ്റ് ഒരു പാർക്ക് എന്നുള്ള നിലയിൽ ഓക്കെയാണ്. പക്ഷേ ഇത് നമ്മൾ നേരത്തെ മുതൽ അറിയുന്ന ഒരു വൃന്ദാവൻ ഗാർഡൻ എന്നുള്ള ഒരു രീതിയിൽ വരുമ്പോഴേക്കും അതിൻ്റെ ഒരു ശോഭ അങ്ങ് മങ്ങിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് മൈസൂർ ട്രിപ്പിൽ ഈ ഒരു പ്ലേസ് എനിക്ക് തോന്നുന്നു ഡ്രോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പ്രതീക്ഷകളൊക്കെ നമുക്ക് നഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റത്തെ ആ വാട്ടർ ഫൗണ്ടെയിൻ, ലൈറ്റിംഗ് വാട്ടർ ഫൗണ്ടെയിൻ ഒന്നും കാണാൻ നിന്നിട്ടില്ല കേട്ടോ. അതിവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണെന്ന് അറിയാം. എന്നാൽ പോലും നമുക്ക് എന്താ പറയുക, നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ കാണാൻ തോന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അതൊന്നും കാണാൻ നിന്നില്ല, നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി. അതിന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതായിരുന്നു ഈ ഒരു വൃന്ദാവൻ ഗാർഡൻ. അപ്പോൾ ഈ അടുത്ത് മൈസൂർ പോയവർക്കൊക്കെ ഇങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്തതെന്ന് ഒന്ന് കമൻ്റ് ആക്കണേ. നമ്മൾ ചെറുപ്പം മുതലേ കണ്ടേക്കുന്ന ആ ഒരു വൃന്ദാവൻ ഗാർഡൻ്റെ ഒരു ഇമേജാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഷെയർ ആക്കിയത്. അപ്പോൾ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ അവിടെ ചെന്നാൽ ഫീൽ ചെയ്യുന്നത്. കണ്ടോ, ഭയങ്കരമായിട്ട് വൃത്തിഹീനമായി കിടക്കുന്നു. ബോട്ടിങ്ങിൻ്റെയൊക്കെ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഭയങ്കരമായിട്ട് മലിനമായി കിടക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ആ കാണുന്ന ഭാഗത്തായാണ് ലൈറ്റിംഗ് വാട്ടർ ഫൗണ്ടെയിൻ നടക്കുന്നത്. ആ ഒരു ബ്രിഡ്ജിലൂടെ കയറി വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. പക്ഷേ ഞങ്ങൾ അവിടെ വരെ നടക്കുന്ന ഒരു ബുദ്ധിമുട്ടും പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് വേഗം തന്നെ റൂമിലേക്ക് പോവുകയായിരുന്നു കേട്ടോ.
പിന്നീട് ഞങ്ങൾ മൈസൂരുള്ള റൂമിലേക്ക് തന്നെ പോവുകയായിരുന്നു. അവിടുന്ന് തിരിച്ച് രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തുടങ്ങി. ഒരു 6 മണിയായപ്പോഴേക്കും ഞങ്ങൾ മൈസൂരിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ തിരിച്ചു പോയ റൂട്ട് മൈസൂർ ടു കോയമ്പത്തൂർ റൂട്ടിലാണ് പോയത്. നല്ല രസകരമായൊരു റോഡ് ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാനിതിൽ ഷെയർ ആക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ബന്നാരി ഭവാനി സാഗർ റോഡ് വഴിയാണ് നമ്മൾ പോയത്. ഭവാനി സാഗർ ഡാം ആ ഒരു ഭാഗമൊക്കെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫോറസ്റ്റ് ഏരിയ ഒക്കെ കവർ ചെയ്താണ് നമ്മൾ പോയത് കേട്ടോ. അപ്പം ഞങ്ങൾ 8 മണിയായപ്പോഴേക്കാണ് ആ ഫോറസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ എത്തിയത്. അതിനു മുമ്പ് നമ്മൾ ആ ഒരു 6 മണിക്കൊക്കെ ആ ഒരു ഭാഗത്തേക്ക് എത്തുകയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിപ്പം നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് നമുക്കധികം മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് മൈലിന് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കർണാടക സ്റ്റേറ്റ് കടന്ന് തമിഴ്നാട് ബോർഡറും കടന്ന് അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയത്. നല്ലൊരു റോഡ് ട്രിപ്പാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കണേ. നല്ല രസകരമായ ഒരു റോഡ് ട്രിപ്പ് തന്നെയായിരുന്നു ഇത്.
മലകളൊക്കെ തുരന്നുണ്ടാക്കിയ തുരങ്കത്തിലൂടെ യാത്ര ചെയ്തത് ഞാൻ ഫസ്റ്റ് ടൈം സൗദി അറേബ്യയിൽ പോയപ്പോഴാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ മൈസൂരിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ പാലക്കാട്, കോയമ്പത്തൂർ ആ റൂട്ടിൽ വന്നപ്പോഴേക്കും ഇതുപോലെ നമ്മൾ ഒരു തുരങ്കത്തിലൂടെ യാത്ര ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മൈസൂർ ട്രിപ്പിലെ വിശേഷങ്ങൾ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ മൈസൂർ ട്രിപ്പിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. വൃന്ദാവൻ ഗാർഡനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞറിയിക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.